ഷിരൂരിലും ഒരു നമ്മുടെ അർജുന് വേണ്ടി തിരഞ്ഞപ്പോൾ അവർ ചോദിച്ചത് ഇതായിരുന്നു. ഈ മാധ്യമങ്ങളും ഇത്രയേറെ മലയാളികൾ ഇങ്ങനെ എത്തുന്നു, ഒരു ലോറി ഡ്രൈവറിന് രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനമോന്ന് ഒരു കർണാടകക്കാരന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല മലയാളിയുടെ മനസ്സ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെയും അത് പ്രതിഫലിച്ചത്. ഒരു കുഞ്ഞിനെ മിസ്സാകുമ്പോൾ നിങ്ങളിങ്ങനെ കേരളം ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്താണ്, അവർക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ എത്രത്തോളം ഉയർച്ചയിലാണ് മലയാളികൾ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാതെ പോകാതെ വയ്യ. അത് മാത്രമല്ല, എൻ.എം. പിള്ള അവിടെ കൊടുത്ത മറുപടി, ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയാണ്, ഞങ്ങൾ കേരളം ഇങ്ങനെയാണ്, മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായും ഭരിക്കുന്ന നാട് കൂടിയാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ എന്ന് പറയുന്നു. തീർച്ചയായും താങ്കൾ കേരളത്തിൻ്റെ ആ ആശയത്തിൻ്റെ പ്രതിനിധിയാവുകയായിരുന്നു അവിടെ. തീർച്ചയായും അഭിമാനമുണ്ട്. വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് മലയാളിയാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ പവറാണ് ഇപ്പം അത്. നല്ലൊരു മാറ്റം മലയാളികൾ എല്ലാവരും കൂടിയതിനോണ്ട് മാത്രമാണ് എങ്ങനെങ്കിലും നമ്മളെല്ലാവരും പ്രാർത്ഥന എങ്ങനെങ്കിലും ജീവനോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ഈ കുട്ടിയെ കണ്ടെത്തി ഇവർക്ക് കൈമാറുമ്പോഴുള്ള ശാരീരികാവസ്ഥ, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അന്നേരം ലഭിച്ചില്ലായിരുന്നു എങ്കിൽ സ്ഥിതി മറ്റൊന്നായനെ ആശങ്കപ്പെടുത്തുന്നത്. പക്ഷെ അതിലേക്ക് പോയില്ല. അത് മഹാഭാഗ്യം. ഭാഗ്യമല്ല, യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ അധ്വാനം. സാർ, അതിനു മുമ്പ് പറയുന്നതിനും എനിക്ക് വളരെ അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്നോട് അവിടുത്തെ പോലീസുകാരും ഇന്ന് CWCയിൽ പോയപ്പോഴും എന്നോട് അവർ ചോദിച്ചത്, ഒരു കുട്ടിയെ മിസ്സാകാൻ ഇത്രയും നിങ്ങൾ അലർട്ടാവണമെന്നൊരു ചോദ്യം ചോദിച്ചു. രണ്ടിടത്തും ചോദിച്ചു. കാരണം CWD അവർ പറയുന്ന ദിവസവും 1-2 മിസ്സിംഗ് കേസുകൾ ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് സാറേ ഞങ്ങൾ മലയാളികൾ, അതിലുപരി ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നതെന്ന്. അത് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിച്ചു. ഈ ഷിരൂരിലും ഒരു നമ്മുടെ അർജുന് വേണ്ടി തിരഞ്ഞപ്പോൾ അവർ ചോദിച്ചത് ഇതായിരുന്നു. ഈ മാധ്യമങ്ങളും ഇത്രയേറെ മലയാളികൾ ഇങ്ങനെ എത്തുന്നു, ഒരു ലോറി ഡ്രൈവറിന് രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനമോന്ന് ഒരു കർണാടകക്കാരന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല മലയാളിയുടെ മനസ്സ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെയും അത് പ്രതിഫലിച്ചത്. ഒരു കുഞ്ഞിനെ മിസ്സാകുമ്പോൾ നിങ്ങളിങ്ങനെ കേരളം ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്താണ്, അവർക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ എത്രത്തോളം ഉയർച്ചയിലാണ് മലയാളികൾ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാതെ പോകാതെ വയ്യ. അത് മാത്രമല്ല, എൻ.എം. പിള്ള അവിടെ കൊടുത്ത മറുപടി, ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയാണ്, ഞങ്ങൾ കേരളം ഇങ്ങനെയാണ്, മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായും ഭരിക്കുന്ന നാട് കൂടിയാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ എന്ന് പറയുന്നു. തീർച്ചയായും താങ്കൾ കേരളത്തിൻ്റെ ആ ആശയത്തിൻ്റെ പ്രതിനിധിയാവുകയായിരുന്നു അവിടെ. തീർച്ചയായും അഭിമാനമുണ്ട്.